പ്രൈസ് ലോർഡ് നാഥന് മാത്രം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. എല്ലാവരും സുഖമായി ശുഭമായിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകാം. സ്തോത്രം. കഷ്ടതകൾക്ക് ഓരോ ഉദ്ദേശമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ദൈവവചന അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ എന്താണ് കഷ്ടതയുടെ ഉദ്ദേശമെന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് പഠിപ്പാൻ നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ് ഒന്നാമത് കഷ്ടത വരുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ്റെ ശിഷ്യന്മാർ അവനോട്, പ്രഭു, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ മാതാപിതാക്കന്മാരോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അവിടെ കുരുടനായ ഒരു മനുഷ്യന് ഹല്ലേലൂയ കടന്നു വന്ന സൗഖ്യത്തിന് വേണ്ടി. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ ഹല്ലേലൂയ യേശുവിനോട് ചോദിക്കുവാണ്, ഗുരുവോ, ഹല്ലേലൂയ ഇവൻ കുരുടനായി പിറന്നത് ആര് ചെയ്തതിൻ്റെ പാവമാണോ, അപ്പനും അമ്മ ചെയ്തതിൻ്റെ പാവമാണോ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു ആൻസറുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ്. സ്തോത്രം. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്ന് മറ്റുള്ളവർ അറിയുവാൻ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാൻ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമതായി സ്തോത്രം, സാത്താൻ്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഹല്ലേലൂയ ചില സമയത്ത് കഷ്ടങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ. അനുവദിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇയ്യോബിനെ പറ്റി അറിയാം. സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം സ്തോത്രം അതിൻ്റെ 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? സ്തോത്രം. ഇയ്യോബിനെ ദൈവം വളരെ അനുഗ്രഹിച്ചു. തലമുറകളും സമ്പത്തും ഹല്ലേലൂയ വളരെ നല്ല രീതിയിൽ ഇയ്യോബ് ജീവിക്കുകയാണ്. സ്തോത്രം. ആ സമയത്ത് ഇയ്യോബിൻ്റെ ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹമെല്ലാം കണ്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം ഈ സാത്താൻ ചെന്ന് ദൈവത്തോട് ചോദിക്കുകയാണ്, വെറുതെയാണോ ഹല്ലേലൂയ ഇയ്യോബ് ഇങ്ങനെ ഇരിക്കുന്നത്? കാരണം നീ അവന് വേലി കെട്ടിയിട്ടുണ്ട്, നീ അവനെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിന് ഇയ്യോബിനെ പറ്റി ഹല്ലേലൂയ നല്ല വിശ്വാസമായിരുന്നു. എന്തെല്ലാം അവൻ്റെ ജീവിതത്തിൽ കഷ്ടം സംഭവിച്ചാലും ഇവൻ എൻ്റെ ഭക്തനാണ്, ഇവൻ എന്നെ തള്ളി പറയത്തില്ലെന്ന് ഹല്ലേലൂയ ദൈവത്തിന് അറിയാമായിരുന്നു. സ്തോത്രം. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ, നീയും അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് കളയുന്ന ഉത്തരം പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് മുൻപാകെ ചെന്ന് സാത്താൻ പറയുകയാണ്, നോക്കിയേ ദൈവമേ, ഇയ്യോബ് വെറുതെ ഒന്നുമല്ല നിന്നെ സേവിക്കുന്നത്, കാരണം ഇവന് ചുറ്റും നീ വേലി കെട്ടിട്ടുണ്ട്, അവൻ്റെ സമ്പത്തെല്ലാം പെരുകിയിരിക്കുന്നു, നീ അതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞാൽ സ്തോത്രം ഇവൻ നിന്നെ തള്ളി പറയും. അല്ലെങ്കിൽ എന്നാൽ ദൈവത്തിന് ഇയ്യോബിനെ പറ്റി വളരെ വിശ്വാസമുണ്ടായിരുന്നു. അവൻ അങ്ങനെ ചെയ്യത്തില്ല. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില അസാധാരണമായ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒരു പക്ഷെങ്കിൽ ഹല്ലേലൂയ സാത്താൻ ചെന്ന് നമ്മളെപ്പറ്റി ദൈവസന്നിധിയിൽ വാദിക്കും, ഇവൾ ഹല്ലേലൂയ അല്ലെ ഇവൻ ഹല്ലേലൂയ നിന്നെ വിശ്വസിക്കുന്നത് സ്തോത്രം ഹല്ലേലൂയ നീ ഇതെല്ലാം വേലി കെട്ടി നീ അനുഗ്രഹം കൊടുത്തുള്ള, അനുഗ്രഹമില്ലെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ജീവിത പ്രതികൂലങ്ങൾ കടന്നു വന്നാലും പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഇവർ ഹല്ലേലൂയ നിന്നെ സേവിക്കത്തില്ലെന്ന് ദൈവത്തിന് മുൻപാകെ ചെന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ പൈതൽ എന്നെ തള്ളി പറയത്തില്ല, അല്ലെങ്കിൽ അവൾക്ക് എനിക്ക് എതിരായി പെറുപെറുക്കത്തില്ല. കഷ്ടതയുടെ അവസ്ഥയിലും ഹല്ലേലൂയ അവൾ എന്നെ സേവിക്കും, ഹല്ലേലൂയ അല്ലെങ്കിൽ അവൻ എന്നെ സേവിക്കും എന്നൊരു ഉറപ്പുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ സാത്താൻ പോയി നമ്മളെ പറ്റി പറഞ്ഞത് അബദ്ധമെന്ന് തെളിയിക്കുവാൻ വേണ്ടി ചിലപ്പം ദൈവം നമുക്ക് കഷ്ടം തരും. അതിനകത്ത് ജയാളിയായി തീരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. മൂന്നാമത് കാര്യം, കഷ്ടം എന്തുകൊണ്ടാണ് വരുന്നത്? സ്തോത്രം. നിഗളിച്ച് പോകാതിരിക്കാൻ നമുക്ക് കഷ്ടം വരാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിഗളം വരാം. സ്തോത്രം. രോഗമോ പ്രയാസമോ ദുഃഖമോ ഒന്നുമില്ല, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നിഗളം വരാം. നമ്മൾ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠനാണ്, അല്ലെ ആത്മീയത്തിൽ നമുക്ക് നിഗളം കടന്നു വരാം. സ്തോത്രം. ചിലപ്പോൾ ശരീരത്തിൻ്റെ സൗഖ്യത്തിൽ നമുക്ക് നിഗളം കടന്നു വരാം, അല്ലെങ്കിൽ സമ്പത്തിൽ അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിലൊക്കെ നമുക്ക് നിഗളം കടന്നു വരാം. എന്നാൽ ഇത് കടന്നു വന്നാൽ നമ്മൾ നിത്യതയിലേക്ക് കടന്നു പോകത്തില്ല. അത് നിഗളം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ കഷ്ടം കടന്നു വരാം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിലൊരു
ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലന് ഹല്ലേലൂയ അനേക ദൂതുകൾ, ഹല്ലേലൂയ വെളിപ്പാടുകൾ, ദർശനങ്ങൾ, രോഗസൗഖ്യങ്ങൾ, കർത്താവിൻ്റെ വേളയിൽ വളരെ അധ്വാനിയായിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ അതിലൊന്നും നിഗളിച്ചു പോകാതിരിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം അവനെ കുത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഒരു ശൂലം അവൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരുന്നു. ഹല്ലേലൂയ. നമുക്ക് കാണാൻ പറ്റും പൗലോസ് അപ്പോസ്തലൻ പലപ്പോഴും അത് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ അവിടേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് പറഞ്ഞത്, നിനക്ക് എൻ്റെ കൃപ മതി. ഹല്ലേലൂയ. ഇതുപോലെ ദൈവമക്കളെ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ നിഗളിച്ചു പോകാതിരിക്കാൻ ചില കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരും. ഹല്ലേലൂയ. നമ്മൾ അതിനകത്ത് തകരത്തില്ല. കാരണം ഹല്ലേലൂയ കഷ്ടം അനുവദിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ദൈവത്തിൻ്റെ കൃപയും ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം നിഗളിച്ചു പോകാതിരിക്കാൻ ചില കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അതുകൊണ്ട് പതറിപ്പോകരുത്. ഹല്ലേലൂയ വിശ്വാസം നിലനിന്ന് നിത്യത പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. നാലാമത്തെ കാര്യം, ലോകത്തോടുകൂടെ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് കഷ്ടം ദൈവം ചിലപ്പോൾ അനുവദിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കാവുന്നു. ഈ ലോകത്തിൽ അല്ലെങ്കിൽ ദൈവവചനം അനുസരിക്കാതെ അനേകരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. കർത്താവിൻ്റെ വരവെങ്കിൽ ഒരു ന്യായവിധിയുണ്ട്. ലോകമനുഷ്യ ദൈവം ന്യായം വിധിക്കുമ്പോൾ ഒരു ദൈവവചന അകപ്പെട്ടു പോകാതിരിക്കുവാൻ ഈ ലോകത്തിൽ തന്നെ വെച്ച് തന്നെ ചില ബാലശിക്ഷകൾ ഹല്ലേലൂയ സ്തോത്രം ദൈവം നമുക്ക് തന്ന് നമ്മളെ അതിനകത്ത് പുറത്തു കൊണ്ടുവന്ന് നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ചില കഷ്ടം ദൈവം നമുക്ക് അനുവദിക്കും. ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം, അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ഹല്ലേലൂയ കഷ്ടം ദൈവം നമുക്ക് അനുവദിക്കും. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ശിക്ഷിച്ചത് കുറേക്കാലം തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ അവനോ എന്ന് പറഞ്ഞ ക്രിസ്തുവോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിൽ തന്നെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ദൈവം നടക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു കാര്യം ഓർത്തേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊരു പനിയോ ചെറിയ ഹല്ലേലൂയ സ്തോത്രം ഒരു രോഗം വന്നാൽ നമ്മൾ കിടക്കാൻ ആഗ്രഹിക്കും. നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റ് അസൂയ നമുക്കുണ്ടാവുമോ? ഇല്ല. ആ സമയം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം എന്നാൽ ഹല്ലേലൂയ ദൈവഹിതമല്ലാത്ത ചില കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പോയി ആൾക്കാർ വിളിച്ചു പറയാൻ തോന്നുന്നു? ഇല്ല, ഒന്നും പറയാൻ നമുക്ക് ശക്തിയില്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പ്രയാസത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ നമുക്ക് തന്നെ നമ്മളെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ വയ്യ. അപ്പം നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മുൻപിൽ ഹല്ലേലൂയ ഭാരമായിരിക്കുമ്പോൾ നമ്മൾ പാപത്തിൽ വീണു പോകാതെ അല്ലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ അതൊക്കെ നമുക്ക് അനുഗ്രഹമായി തീരും. ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. നിഗളിച്ച വാക്ക് പറയാതിരിക്കുവാനും അല്ലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനും അസൂയ ഉണ്ടാകാതിരിക്കുവാനും ഹല്ലേലൂയ ഒക്കെ കഷ്ടം ഹല്ലേലൂയ ചില സമയത്ത് നമുക്ക് അനുഗ്രഹമാണ്. നമ്മൾ പൊന്നുപോലെ പുറത്തു വരും. ഒരാത്മീയ മച്ചൂരിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരും. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടത്തിൻ്റെ ഉദ്ദേശം, അത് പിന്നിലൊരു ഉദ്ദേശമുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കഷ്ടതയിലൂടെ കടന്നു പോകുമെങ്കിൽ അതിന് പിന്നിലൊരു ഉദ്ദേശമുണ്ട്. അത് വെളിപ്പെട്ട് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.